ഹലോ സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് കെമിസ്ട്രിയിൽ നമ്മൾ എടുക്കുന്നത് ചാപ്റ്റർ 20 ആണ്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ് 2. പി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഗ്രൂപ്പ് 13 to 18 വരെയുള്ള ഗ്രൂപ്പ്സിനെ ഹോൾഡ് ചെയ്യുന്നതാണ്. ആ ഒരു സെക്ഷനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ കോമ്പൗണ്ട്സ് 2 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ തൊട്ട് മുൻപെയുള്ള ചാപ്റ്ററിൽ അതിൻ്റെ കോമ്പൗണ്ട്സ് 13 മുതൽ 15 വരെയുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അത് TMA സെക്ഷനാണ് വരുന്നത്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കേണ്ടത് ഗ്രൂപ്പ് 16 to 18 വരെയുള്ള 3 ഗ്രൂപ്പാണ്. 16, 17, 18 ഈ ഒരു എലമെൻസിനെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലമെൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 16 കുറിച്ചിട്ടാണ്. ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് എന്ന് വരുന്നത് ഓക്സിജൻ, സൾഫർ, സെലേനിയം, ടെലൂറിയം, പൊളോണിയം. അപ്പോൾ ഈ ഒരു 5 എലമെൻറ്റ്സ് ആണ് നമ്മുടെ ഗ്രൂപ്പ് 16 വരുന്നത്. ഇതിൽ ഓക്സിജനും സൾഫറും നോൺ മെറ്റൽസ് ആണ്. സെലേനിയം, ടെലൂറിയോ എടുത്തു കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ പൊളോണിയം ഇസ് മെറ്റൽ ആണ്. ഈ ഒരു എലമെൻറ്റ്സ് കെമിക്കൽ കോമ്പിനേഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് കെമിക്കൽ കോമ്പിനേഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺസിനെ അത് ഗെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ടു ഫോം ദി 2 ഡൈവാലൻ്റ് അയോൺസ്. ഇതിൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇപ്പം O2 മൈനസ് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയാണല്ലോ. അതുകൊണ്ട് നമുക്ക് തന്നെ ഇതിനെ O2 എക്സാമ്പിളായിട്ട് O2 മൈനസ്, പിന്നെ S2 മൈനസ്, ഇതൊക്കെ ഈ ഒരു ഡൈവാലൻ്റ് അയോൺസിന് എക്സാമ്പിളാണ്. ഇതിൽ പൊളോണിയം എക്സെപ്റ്റ് ആണ് കേട്ടോ. അതായത് പൊളോണിയം 2 മെറ്റാലിക് ആണ്. അതുകൊണ്ട് തന്നെ പൊളോണിയം ഈ ഒരു ഡൈവാലൻ്റ് അയോണിക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് കോവാലൻ്റ് ബോണ്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് 2 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു എലമെൻസിൻ്റെ ആ ഒരു കോവാലൻ്റ് ബോണ്ടിൽ ഉണ്ടാകുന്ന എക്സാമ്പിൾസ് നോക്കാം. H2O, പിന്നെ H2S, ഓക്സിജൻ ഉണ്ട്, സൾഫർ കോവാലൻ്റ് ബോണ്ട് ഹൈഡ്രജനുമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പൊളോണിയത്തിൻ്റെ കേസാണെങ്കിൽ H2PO. അപ്പോൾ ഇതാണ് 2 ബോണ്ട്സ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു ഗ്രൂപ്പ് 16 എലമെൻറ്റ്സിൽ തന്നെ നമ്മൾ കൂടുതലായിട്ടും പറയാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഓക്സിജനെയും സൾഫറിനെയും കുറിച്ചിട്ടാണ്. നമുക്ക് ഈ ഒരു PDF നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഓക്സിജനെ കുറിച്ചിട്ട്, അല്ലേ? ഇനി ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ 21% നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും അറിയാം ഓക്സിജൻ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്, അല്ലേ? നമുക്ക് ലിവിങ് ഓർഗാനിസത്തിന് ശരിക്കും ഓക്സിജൻ പറ്റിയേ തീരൂ, എന്നാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു 21% ഫോട്ടോസിന്തസിസിനും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു പ്രോസസ്സിനും യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഓക്സിജൻ ഇത് വാട്ടറിൽ സ്ലൈറ്റ്ലി സോലുബിൾ ആണ്. കൂടാതെ നമ്മുടെ കടലിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഓക്സിജൻ്റെ അളവ് വേണ്ട വിധത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മറൈൻ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ഡൈഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനാണ്. ഈ ഒരു ഡൈഹൈഡ്രജൻ പ്രിപ്പറേഷന് ചിലപ്പം ക്വസ്റ്റ്യനിൽ ചോദിക്കാം, ഒന്നെങ്കിൽ അതെങ്ങനെയാണ് ഡൈഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നത്, ചിലപ്പം ചോദിക്കാം ക്ലോറൈഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഡൈഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെറ്റാലിക് ഓക്സൈഡ്സ് വെച്ചിട്ട്. അതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. ഇവിടെ നമുക്ക് ഓരോന്നുമായിട്ട് പരിചയപ്പെടാം. ക്ലോറൈഡ്സിനെയും നൈട്രേറ്റ്സിനെയും ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡൈഹൈഡ്രജൻ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇത് ക്ലോറൈഡ്സിന് എക്സാമ്പിളാണ്. 2KClO3, അതായത് പൊട്ടാഷ്യം ക്ലോറൈറ്റ് മാംഗനീസ് ഡയോക്സൈഡ് MnO2 ആയിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് പൊട്ടാഷ്യം ക്ലോറൈഡ് പ്ലസ് നമ്മുടെ ട്രിപ്ലറ്റ് ഓക്സിജൻ 3O2 ഇവിടെ ഡൈഹൈഡ്രജൻ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ മാംഗനീസ് ഡയോക്സൈഡ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് റിയാക്റ്റൻ്റ് ആയിട്ട് വരുന്നത്? പൊട്ടാഷ്യം ക്ലോറൈഡ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ്. പൊട്ടാഷ്യം ക്ലോറൈഡ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റായിട്ട് ഡൈഹൈഡ്രജൻ കിട്ടും. പ്ലസ് പൊട്ടാഷ്യം ക്ലോറൈഡും അതിലുണ്ടാവും, മാംഗനീസ് ഡയോക്സൈഡും ഉണ്ടാവും. ആൻഡ് സെക്കൻഡ് തിങ്, നമ്മൾ ഇപ്പം ക്ലോറൈഡ്സിൻ്റെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് നൈട്രേറ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഡൈഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് KMnO4, ദാറ്റ് ഈസ് പൊട്ടാഷ്യം പെർ മാംഗനേറ്റ്.
അത് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് K2, അതായത് ഡീകമ്പോസ് ചെയ്യുക, അതിനെ ഹീറ്റ് ചെയ്യുക. പൊട്ടാഷ്യം മാംഗനേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് മിനിമം ടെമ്പറേച്ചർ ഉണ്ടാവും, അതിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രൊഡക്റ്റായിട്ട് പൊട്ടാഷ്യം മാംഗനേറ്റ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ്. ഇതാണ് പൊട്ടാഷ്യം മാംഗനേറ്റ്, ദാറ്റ് ഈസ് K2MnO4 പ്ലസ് MnO2, മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് നമ്മുടെ ഡൈഹൈഡ്രജനും കിട്ടും. അപ്പോൾ രണ്ട് ഫോമിലാണ്. ക്ലോറൈഡ്സ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നൈട്രേറ്റ്സ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഡൈഹൈഡ്രജൻ കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് മെറ്റാലിക് ഓക്സൈഡ്സിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈഹൈഡ്രജന് കിട്ടുന്നുണ്ട്. മെറ്റാലിക് ഓക്സൈഡ് ഇട്ട് ഇവിടെ വരുന്നത് 2HgO, അതായത് മെർക്കുറി ഓക്സൈഡാണ് വരുന്നത്. അപ്പോൾ മെർക്കുറി ഓക്സൈഡ് ഡീകമ്പോസസ് ഇൻറ്റു മെർക്കുറി ആൻഡ് ഓക്സിജൻ. മെർക്കുറി ഓക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മെർക്കുറിയും കിട്ടുന്നുണ്ട്, കൂടാതെ നമ്മുടെ ഓക്സിജനും കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമത്തേത് വരുന്നത് ലെഡ് ഓക്സൈഡ് 2Pb3O4. അത് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഡ് ആൻഡ് ഓക്സിജനെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് മെറ്റാലിക് ഓക്സൈഡ്സ് ആണ് നമ്മുടെ ഇവിടെ പറഞ്ഞത് മെർക്കുറിയും ആൻഡ് ലെഡ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജന് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കേസിൽ ഡൈഹൈഡ്രജൻ ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ദ ആക്ഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഓൺ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷന്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് CaOCl2, ദറ്റ് ഈസ് വരുന്നത് കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ്. ഇത് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടെ ചേർന്ന് എന്ത് കിട്ടുന്ന നമുക്ക് കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് H2O, വാട്ടർ പ്ലസ് ഡൈഹൈഡ്രജൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു മെത്തേഡും കൂടെ ഉണ്ട് ഡൈഹൈഡ്രജൻ ഫോം ചെയ്യുന്നത്. ദറ്റ് ഈസ് ബൈ ദ ആക്ഷൻ ഓഫ് ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഓൺ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഓർ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അത് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, നിങ്ങൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡും പൊട്ടാസ്യം ഡൈക്രോമേറ്റും എടുത്തിട്ടാണ്, അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റും യൂസ് ചെയ്യുക. അത് രണ്ടും കൂടെ റിയാക്ഷനിൽ ഏർപ്പെടുമ്പം ഇതാണ് കേട്ടോ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, അതും H2SO4 റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് പൊട്ടാസ്യം സൾഫേറ്റ് K2SO4 പ്ലസ് ക്രോമിയം സൾഫേറ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾവേസ് നമ്മുടെ വാട്ടർ പ്ലസ് 3O2 ഹൈഡ്രജനും കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഡൈഹൈഡ്രജൻ ഈ ഒരു മെത്തേഡിലൂടെയും സൾഫ്യൂരിക് ആസിഡിൻ്റെ കൂടെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റോ അല്ലെങ്കിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റോ റിയാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ഡൈഹൈഡ്രജൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കേണ്ടതാണ് കേട്ടോ, ഈ ഒരു റിയാക്ഷനും കാര്യങ്ങളും. ഇനി നമുക്ക് മാനുഫാക്ചർ ഓഫ് ഓക്സിജൻ, എങ്ങനെയാണ് ഓക്സിജൻ മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് മെത്തേഡിലൂടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ചെറിയ മെത്തേഡാണ്, പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് വരുന്നത് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രിക് കറണ്ട് ഒരു സബ്സ്റ്റൻസിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോളിസിസ്. ഇതിൻ്റെ എഫക്റ്റായിട്ട് ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു പിക്ചറിൽ ഇവിടെ നമുക്ക് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ് മെയിൻ ചെയ്യുന്നത്. അവിടെ എന്താണ് ഇലക്ട്രിക് കറണ്ട് രണ്ട് രീതിയിൽ വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബീക്കർ കണ്ടോ നിങ്ങൾ, ഇതിൽ ഇരിക്കുന്നത് ഒരു അസിഡിഫൈഡ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും. ഇത് നമ്മുടെ ആനോഡ് ഭാഗത്ത് വരുന്നത് ഓക്സിജൻ്റെതും കാഥോഡ് ഭാഗത്ത് ഹൈഡ്രജനാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക് കറണ്ട് 1000 ആംപിയറിൽ നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ്ചേഞ്ച് മെംബ്രെയിൻ ആണ് കേട്ടോ, ഇത് രണ്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. സോ ഇതിപ്പം ഒരു 1000 ആംപിയർ ഈ ഒരു ഇതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനോഡ് ഭാഗത്തേക്കും ഓക്സിജൻ മാറുന്നുണ്ട്, ആൻഡ് കാഥോഡ് ഭാഗത്തേക്ക് ഹൈഡ്രജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ ഒരു 2H2O, അതായത് വാട്ടറിൻ്റെ ആണല്ലേ, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണല്ലോ. അപ്പോൾ ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ O2 പ്ലസ് 4H പ്ലസ് 4 ഇലക്ട്രോൺ. ഇനിയിപ്പം ഹൈഡ്രജൻ്റെ സെക്ഷനിൽ കാഥോഡിൽ നടക്കുന്നതാണെങ്കിൽ ഇവിടെ വരുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ 2H പ്ലസ് 2 ഇലക്ട്രോൺ. അപ്പം നമുക്ക് എന്താ ഗിവ്സ് H2.
ഹൈഡ്രജൻ കിട്ടുന്നു. ഇത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഇക്വേഷൻ ഒന്നുമല്ല കേട്ടോ, ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ യൂസ് ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്യാം നമുക്ക് ഓക്സിജനെ. ഫസ്റ്റ് മെത്തേഡ് അതാണ് വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം എയറിൽ വെച്ചിട്ടാണ്. ആൻഡ് ഇവിടെ ബാരിയം ഓക്സൈഡിനെ ഈ ചിത്രത്തിൽ കാണാമല്ലോ, ബാരിയം ഓക്സൈഡിനെ നമ്മളെന്താ 500 ഡിഗ്രി സെൽഷ്യസിൽ O2 ആയിട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ബാരിയം പെറോക്സൈഡ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പം ഈ ഒരു ബാരിയം പെറോക്സൈഡിനെ, ഇതാണ് ബാരിയം പെറോക്സൈഡിനെ, ഈ ഒരു ബാരിയം പെറോക്സൈഡിനെ 800 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതെന്താ വീണ്ടും ഡീകമ്പോസ് ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു 2-way പ്രോസസ്സാണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോയി പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് വരുന്നു. 2-way പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാരിയം ഓക്സൈഡ് എന്തായിട്ട് മാറുന്നുണ്ട്, ഡീകമ്പോസ് ചെയ്തിട്ട് ബാരിയം ഓക്സൈഡ് പ്ലസ് ഓക്സിജനായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇനി ഓക്സിജൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണ്? ഓക്സിജൻ കളർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, ഓർഡർലെസ്, സ്മെല്ലൊന്നും ഉണ്ടാവില്ല. സ്ലൈറ്റ്ലി ഹെവിയർ ദാൻ എയർ. എയറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഹെവിയർ ആയിരിക്കും ഓക്സിജൻ വരുന്നത്. 3% വാട്ടറിൽ സോലുബിൾ ആണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ എന്ന്. അപ്പം 3%ഓളം വാട്ടർ സോലുബിൾ ആണ്. ഇതാണ് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഓക്സിജൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് നോക്കാം. അറ്റ് ഓർഡിനറി ടെമ്പറേച്ചറിൽ ഓക്സിഡേഷൻ ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് നടക്കുന്നുണ്ട്. നോർമൽ ടെമ്പറേച്ചറിലാണ് കേട്ടോ. പിന്നെ കൂടാതെ നമ്മൾ ഇരുമ്പ് തുരുമ്പിക്കുന്നതൊക്കെ ഈ ഒരു നോർമൽ ടെമ്പറേച്ചറിലാണ്. ഇതിൻ്റെ ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് ഈ നമ്മുടെ എയറിലുള്ള ഓക്സിജനുമായിട്ട് ആ ഒരു റിയാക്ഷനിൽ, കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. 4P5O2 ഗിവ്സ് 2P2O. ഇവിടെ ഫോസ്ഫറസ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഓക്സിജനുമായിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ, ഇതാണ് കേട്ടോ ഫോസ്ഫറസ് ആണ് ഇത് വരുന്നത്. ഓക്സിജനുമായിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ടു ഫോം ദി പെൻഡോക്സൈഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. നമുക്കൊരു പെൻഡോക്സൈഡ് കിട്ടുന്നു. ഇതെന്തായിരിക്കും? റൂം ടെമ്പറേച്ചറിലായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സിജൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോളിക്കുലാർ ഓക്സിജൻ്റെ വേറൊരു റിയാക്ഷനിൽ നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, അത് ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുന്നില്ല. ഇതും ഒരു നോർമൽ ബോഡി ടെമ്പറേച്ചറിലാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ടെമ്പറേച്ചർ. നേരത്തെ പറഞ്ഞത് ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സാധാരണ ടെമ്പറേച്ചറിൽ. ഇനി ഹയർ ടെമ്പറേച്ചറിൽ ഓക്സിജന് കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെ ആണെന്നാണ്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസിൻ്റെ എലമെൻസിൻ്റെയും കൂടെയും ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ Fe അയണായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് Fe3O4 ഉണ്ടാക്കുന്നുണ്ട്, അയൺ ഓക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പം കാർബണുമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പം മെഗ്നീഷ്യമായിട്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാക്കുന്നു. അതാണ് പറഞ്ഞത് ഹയർ ടെമ്പറേച്ചറിൽ ഓക്സിജൻ ഏതൊരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓക്സിജൻ്റെ ഉള്ളത്. ലാസ്റ്റായിട്ട് വരുന്നത് അതിൻ്റെ യൂസസ് ആണ്. യൂസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന, മെഡിക്കൽ പർപ്പസ് എന്ന് ഓർക്കുമ്പോൾ നമുക്കറിയാമല്ലേ, നമുക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്സിജൻ മാസ്ക് ആണല്ലോ തരുന്നത്. അപ്പോൾ അത് മെഡിക്കൽ പർപ്പസിന്, പിന്നെ റോക്കറ്റ് ഫ്യൂവൽസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിലൊക്കെ ഈ ഒരു ബൾക്ക് എമൗണ്ട് ആയിട്ട് ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ബ്ലീച്ചിങ് പർപ്പസിനും ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ലബോറട്ടറീസിൽ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടും ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓക്സൈഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഓക്സൈഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തരത്തിലാണുള്ളത്. ഓരോ ഓക്സിജൻ്റെ ആ ഒരു ഫോമാണ് ഓക്സൈഡ്സ് വരുന്നത്. അതിൽ അസിഡിക് ഓക്സൈഡ്സ് ഉണ്ട്, ബേസിക് ഓക്സൈഡ്സ് ഉണ്ട്, ആംഫോടെറിക് ഓക്സൈഡ്, പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ന്യൂട്രൽ ഓക്സൈഡാണ്. ഇത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. അസിഡിക് ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോംഡ് ജനറലി ബൈ നോൺ മെറ്റാലിക് എലമെൻറ്റ്സ് ആൻഡ് സം മെറ്റാലിക്.
ഇൻ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഈ ഒരു അസിഡിക് ഓക്സൈഡ്സ് ഉണ്ടാവുന്നത് നോൺ മെറ്റാലിക് എലമെൻസും പിന്നെ മെറ്റൽസും കൊണ്ടാണ്. ഒരു ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഇത് ഫോം ചെയ്യുന്നത്. നോർമലി നിങ്ങൾക്ക് സിംപ്ലി പറയുന്നതാണെങ്കിൽ വെള്ളത്തിൽ ലയിക്കുമ്പോഴുണ്ടാവുമല്ലോ, വെള്ളത്തിൽ ഇത് ഡിസോൾവ് ചെയ്യുമ്പോൾ അസിഡിക് സൊല്യൂഷനായിട്ട് മാറുന്ന കോമ്പൗണ്ട്സിനെയാണ് അസിഡിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. ഹിയർ വി ഹാവ് ആൻ എക്സാമ്പിൾ SO2. ഇവിടെ SO2 സൾഫർ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ അതെന്താണ്, ആ ഒരു സൾഫറിൻ്റെ ആസിഡായി മാറുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളത്തിൽ ലയിക്കുമ്പോൾ അസിഡിക് സൊല്യൂഷനായി മാറുന്ന കോമ്പൗണ്ട്സ് ആണ് അസിഡിക് ഓക്സൈഡ്. ഇവിടെ സൾഫർ ഡയോക്സൈഡ് വെള്ളവുമായി ചേരുമ്പോൾ എന്തായിരുന്നു, സൾഫറസ് ആസിഡായിട്ട് മാറുന്നു. ഇനി ഇത് ബേസിക് നേച്ചറും കാണിക്കുന്നുണ്ട് കേട്ടോ. ആൽക്കലീസും ആയിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുന്നതാണെങ്കിൽ NaOH എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണ്. ഇതൊരു എന്താണ് എലമെൻറ്റുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ സോൾട്ട് പ്ലസ് വാട്ടറായി മാറുന്നു. അതിൻ്റെ സോൾട്ടാണ് ഇത് വരുന്നത്, സോഡിയം സൾഫേറ്റ് പ്ലസ് വാട്ടറായി മാറുന്നു. അതായത് എന്താണ് അസിഡിക് ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കുമ്പോൾ അത് അസിഡിക് സൊല്യൂഷനായി മാറുന്ന കോമ്പൗണ്ട്സിനെ അസിഡിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നു. ഇതിലിപ്പോൾ ആൽക്കലിയുമായിട്ടാണ് റിയാക്ഷനിൽ ഏർപ്പെടുന്നതെങ്കിൽ അതിൻ്റെ സോൾട്ട് ആൻഡ് വാട്ടറായിട്ട് മാറുന്നുണ്ട്. ഇനി രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഓക്സൈഡ്സ് ആണ്. ബേസിക് ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യൂലേ, അപ്പം ബേസിക് ഓക്സൈഡ്സ് ആയി മാറുന്നു. ഈ ഒരു ബേസിക് ഓക്സൈഡിൽ ആസിഡുമായി റിയാക്ട് ചെയ്ത് അത് അതിൻ്റെ സോൾട്ട് പ്ലസ് വാട്ടറായി മാറുന്നു. അപ്പം സിംപ്ലി പറയാന്നുണ്ടെങ്കിൽ വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ ബേസ് ആകുന്ന കോമ്പൗണ്ട്സ് ആണ് ബേസിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. ഇനി അത് ആസിഡുമായിട്ടാണ് ഡിസോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ സോൾട്ട് ആൻഡ് വാട്ടറായിട്ട് മാറും. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അയൺ ഓക്സൈഡ് H2SO4. H2SO4 ഒരു ആസിഡാണ്. ആസിഡുമായിട്ട് ചെയ്യുമ്പോൾ എന്താണ് FeSO4 പ്ലസ് H2 ആയിട്ട് മാറുന്നത്. ഇനി മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഫോട്ടറിക് ഓക്സൈഡ് ആണ്. ഓൾമോസ്റ്റ് ഓൾ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ഓക്സൈഡ് ബട്ട് സം മെറ്റാലിക് ഓക്സൈഡ്സ് ഷോസ് ബോത്ത് അസിഡിക് ആൻഡ് ബേസിക് ബിഹേവിയർ. അതായത് ബേസിക്കും അസിഡിക് ബിഹേവിയറും കാണിക്കുന്ന ചില മെറ്റാലിക് ഓക്സൈഡ്സിനെയാണ് നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ZnO സിങ്ക് ഓക്സൈഡ് ആസിഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സോൾട്ട് പ്ലസ് വാട്ടർ കിട്ടുന്നു നമുക്ക്. ZnSO4 സിങ്ക് സൾഫേറ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് Zn പ്ലസ് ആൽക്കലി അത് അസിഡിക് നേച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ബേസിക് നേച്ചർ. NaOH എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് നേച്ചർ. ബേസുമായിട്ട് ഒരു മെറ്റാലിക് എലമെൻറ്റ് കമ്പൈൻ ചെയ്യുമ്പം അതിൻ്റെ എന്താണ് സോൾട്ട് പ്ലസ് വാട്ടറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ Na2ZnO2 അതായത് സോഡിയം സിങ്കേറ്റ് പ്ലസ് H2. ഇനിയിപ്പം H2SO4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിക് നേച്ചറാണ്. അതുമായിട്ടൊരു മെറ്റാലിക് കോമ്പൗണ്ട്സ് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സോൾട്ട് പ്ലസ് വാട്ടർ നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നു. ഇനി ലാസ്റ്റ് ഓക്സൈഡാണ് നമ്മൾ പറയുന്നത് ന്യൂട്രൽ ഓക്സൈഡ്സ്. ന്യൂട്രൽ ഓക്സൈഡ്സിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ന്യൂട്രൽ ഓക്സൈഡ്സ് നീദർ അസിഡിക് ഓർ ബേസിക് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് ആൻഡ് നൈട്രസ് ഓക്സൈഡ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഓക്സിജൻ്റെ ആ ഒരു ഗ്രൂപ്പ് 16 എലമെൻസിൽ തന്നെ ഓസോൺ ആണ്. ഓക്സിജൻ്റെ ട്രിപ്ലറ്റ് ഫോമിൽ കാണപ്പെടുന്നതാണ് ഓസോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അലോട്രോപ്പ് ഓഫ് ഓക്സിജൻ ആണ് നമ്മൾ ഓസോൺ എന്ന് പറയുന്നത്. അതായത് 1 or more forms of a chemical element in that can exist to the same physical state. അതാണ് അലോട്രോപ്പ് എന്ന് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ട്രേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസോൺസ് ആർ ഫോംഡ് ഇൻ ഫോറസ്റ്റ് ബൈ ഡീകേ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഡീഫോറസ്റ്റേഷൻ തടയുന്നതിന് കാരണം ഓസോൺ ലെയേഴ്സ് അവിടെ തന്നെ കാണണമെന്നുള്ളതിനെ കൊണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓസോൺ ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് മാറ്റേഴ്സ് ഫോറസ്റ്റിലുള്ള ഓർഗാനിക് മാറ്റേഴ്സ് ഡീകേ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. ഇനി ഓസോൺ ഈസ് പ്രിപ്പേർഡ് ഇൻഡസ്ട്രിയലി ബൈ സീമെൻസ് ഓസോണിയർ. നമുക്ക് ഈ ഒരു ഓസോണിനെ ഇൻഡസ്ട്രിയലും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. സീമെൻസ് ഓസോണിയർ വെച്ചിട്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഈ ഒരു ഓസോണിൻ്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ V ഷേപ്ഡ് മോളിക്യൂളാണ്. ദ സെൻട്രൽ O ആറ്റം യൂസസ് sp² ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോർ ബോണ്ടിങ്. അപ്പോൾ എന്താണ് സെൻട്രൽ ആറ്റം sp² ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ബോണ്ടിങ് ആയിട്ട്
കാണിക്കുന്നത്. ഇനി അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടീസിൽ ഇങ്ങനെ പറയട്ടെ. ഫിസിക്കൽ പ്രോപ്പർട്ടി മീൻ ചെയ്യുന്നതാണെങ്കിൽ ഓസോണിനുണ്ടല്ലോ ഒരു പെയിൽ ബ്ലൂ ഗ്യാസാണ് വരുന്നത് ഓസോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് ബ്ലൂ ലിക്വിഡിനെ 161 എന്താണ് ടേൺ ചെയ്യുന്നുണ്ട് ബ്ലൂ ലിക്വിഡായിട്ട് 161 കെൽവിനിൽ. പിന്നെ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് വരുന്നത് കാറ്റലിറ്റിക് ഡീകമ്പോസിഷനാണ്. അതായത് ഓർഡിനറി ടെമ്പറേച്ചറിൽ ഇത് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എ ക്ലോറിൻ ആൻഡ് ബ്രോമിൻ, നൈട്രജൻ പെൻഡോക്സൈഡ് ആൻഡ് അതർ അസിഡിക് ഓക്സൈഡ്സ്. അതായത് എന്താണ്, ചില അസിഡിക് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു ഓസോൺ ഡീകമ്പോസ് ചെയ്ത് മാറുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇനി പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഏജൻറ്റ് ഓസോൺ ഫോർണിഷസ് ആക്റ്റീവ് ആറ്റം ഓഫ് ഓക്സിജൻ. ഇപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ആ ഒരു പ്രസൻസിൽ അതെന്താണ് ഓക്സിജനായിട്ട് മാറുന്നുണ്ട്, ആക്റ്റീവ് ആറ്റം ഓഫ് ഓക്സിജനായിട്ടും മാറുന്നുണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി ഓസോണോയിസിഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓസോണോയിസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ all unsaturated organic compounds combine with ozone to form unstable compounds. ഇതിനെയാണ് ഓസോണൈഡ്സ് എന്ന് പറയുന്നത്. ഓസോണൈഡിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ഓസോണൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്തിട്ട് ആരുടെ കൂടെയാണ് കമ്പൈൻ ചെയ്യുന്നത്, ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്, അതാണ് ഓസോണൈഡ്സ്. അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഓസോണിൻ്റെ യൂസസ് എന്താണെന്ന് നോക്കാം. യൂസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്യൂരിഫിക്കേഷന് യൂസ് ചെയ്യുന്നുണ്ട്, എയർ പ്യൂരിഫിക്കേഷന്, റിഫൈനിങ് ഓയിൽസ്, ഡ്രൈ ബ്ലീച്ച് ചെയ്യാനും ഇൻഡസ്ട്രി ആൻഡ് ഇൻ ദ ലബോറട്ടറിയിലൊക്കെ ഈ ഒരു ഓസോണ് യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഓസോൺ ഈസ് എ പെയിൽ ബ്ലൂ ഗ്യാസ് വിച്ച് ടേൺസ് ഇൻ ടു ബ്ലൂ ലിക്വിഡ് അറ്റ് 161 K. ഇനി നമ്മൾ പറയുന്നത് സൾഫർ ഡയോക്സൈഡ്, അതായത് ഗ്രൂപ്പ് 16 എലമെൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓക്സിജനും സൾഫറുമാണ്. അപ്പോൾ സൾഫറിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. ഇതിൽ നമ്മൾ സൾഫർ ഡയോക്സൈഡിൻ്റെ ഡയോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പം സൾഫർ ഡയോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇതിൽ ലബോറട്ടറിയിൽ നമ്മൾ ബൈ റെഡ്യൂസിങ് ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വിത്ത് കോപ്പർ ടേണിങ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ, ഇത് 2H2SO4 H2SO4 ഡിനോട്ട് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡാണ് കേട്ടോ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് കോപ്പർ ടേണിങ്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ കുറക്കുന്നത് ലബോറട്ടറീസിൽ. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റായിട്ട് കോപ്പർ സൾഫേറ്റ് കിട്ടുന്നുണ്ട്, കൂടാതെ വാട്ടർ പ്ലസ് സൾഫർ ഡയോക്സൈഡ് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി പറയുന്നതാണെങ്കിൽ കളർലെസ് ഗ്യാസ് ആണ്, ഓർഡർ ഉണ്ട്, വെൽ നോൺ ആസ് ദാറ്റ് ഓഫ് ബേണിംഗ് സൾഫർ. പിന്നെ ആണെങ്കിൽ അറ്റ് 12,000 ഡിഗ്രി സെൽഷ്യസിൽ ഡീകമ്പോസസ് സൾഫർ ട്രയോക്സൈഡ് ആൻഡ് സൾഫർ. അതായത് 1200 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ഡീകമ്പോസ് ചെയ്തിട്ട് സൾഫർ ട്രയോക്സൈഡും സൾഫറുമായിട്ട് മാറുന്നുണ്ട്. ഹൈലി സോലുബിൾ ആണല്ലേ വാട്ടറിൽ. ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി സോലുബിൾ ആണ്, ഇത് ഹൈലി സോലുബിൾ ആണ് വാട്ടറിൽ ആൻഡ് ഫോമിങ് അൺസ്റ്റേബിൾ സൾഫറസ് ആസിഡ്. അപ്പോൾ വാട്ടറുമായിട്ട് സൾഫർ ഡയോക്സൈഡ് കമ്പൈൻ ചെയ്യുമ്പോൾ സൾഫറസ് ആസിഡ് ഉണ്ടാകുന്നത്, അൺസ്റ്റേബിൾ സൾഫറസ് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്, മേക്ക് ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കമ്പൈൻ വിത്ത് ഓക്സിജൻ ആൻഡ് ക്ലോറിൻ. ഓക്സിജനും ക്ലോറിനുമായിട്ട് സൾഫർ ഡയോക്സൈഡ് കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൾഫർ ട്രയോക്സൈഡ് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു സൾഫർ ഡയോക്സൈഡ് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറൈഡ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ എല്ലാം ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ യൂസസ് നമുക്ക് നോക്കാം. മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
ഡയോക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കെറോസിൻ ഓയിലിൻ്റെയും റിഫൈനിങ് ഓഫ് ഷുഗറിന് വേണ്ടിയിട്ട് നമ്മൾ SO2 യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻറ്റിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഫോർ ബ്ലീച്ചിങ് ഡെലിക്കേറ്റ് ആർട്ടിക്കിൾസ് സച്ച് ആസ് വൂളും സിൽക്കും, വൂളും കമ്പിളി സിൽക്ക് അങ്ങനത്തെ ഉണ്ടാവുമല്ലോ, അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൾഫർ ഡയോക്സൈഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സൾഫ്യൂരിക് ആസിഡ്, സൾഫറിൻ്റെ ആസിഡാണ്, ആസിഡിക് ഫോമാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. 2 മെയിൻ പ്രോസസ്സിലാണ് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വരുന്നത് ലെഡ് ചാമ്പർ പ്രോസസ്സാണ്, അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നില്ല. സെക്കൻഡ് മെത്തേഡായിട്ടുള്ള കോണ്ടാക്ട് പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കോണ്ടാക്ട് പ്രോസസ്സിൽ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് എന്താണ്, ഇറ്റ് പ്രൊഡ്യൂസ്ഡ് ബേണിംഗ് സൾഫർ ഇൻ എയർ ഓർ ബൈ റോസ്റ്റിംഗ് ആൻഡ് ഫയറൈറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് സൾഫറും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമുക്കുണ്ടല്ലോ വരുന്നത് 4FeSC2 + 11O2 കൂടെ ചേർന്നിട്ട് എന്താണ് 2Fe2O3 + 8SO2 വരുന്നുണ്ട്. ഇനിയിപ്പം ഈ ഡൈഹൈഡ്രജൻ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സൾഫർ ഡയോക്സൈഡ് ഓക്സിജനെ കമ്പൈൻ ചെയ്യുന്നു വിത്ത് ദ പ്രസൻസ് ഓഫ് ദ കാറ്റലിസ്റ്റ് വനേഡിയം പെൻഡോക്സൈഡ്. വനേഡിയം പെൻഡോക്സൈഡിൻ്റെ ആ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമുക്ക് എന്താ 2SO3 ആയിട്ട് കിട്ടുന്നു. അതായത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള SO2 ആയിരിക്കും ഈ ഒരു 2SO2 എന്ന് പറഞ്ഞ സൾഫർ ഡയോക്സൈഡ്. അത് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സൾഫർ ട്രയോക്സൈഡ് ആണ് കേട്ടോ നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന സൾഫർ ട്രയോക്സൈഡ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നു. ഇവിടെ നമുക്ക് ഒരു കാറ്റലിസ്റ്റിൻ്റെ എന്താണ് പ്രസൻസിലാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റലിസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചോട്ടോ. വനേഡിയം പെൻഡോക്സൈഡ് അല്ലെങ്കിൽ V2O5 എന്നാണ് പറയുന്നത്. അത് 720 കെൽവിനിലാണ് ഇത് ഓക്സിഡൈസ് ചെയ്യുന്നത്. അപ്പം ഈ ഹീറ്റ് ചെയ്യുന്നത്, അപ്പം ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബാർ പ്രഷറും ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം സൾഫ്യൂരിക് ആസിഡിൻ്റെ അല്ലെങ്കിൽ സൾഫർ ട്രയോക്സൈഡിൻ്റെ ആ ഒരു ഓക്സിഡൈസിങ്ങിൽ പങ്കെടുക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വനേഡിയം പെൻഡോക്സൈഡ് എന്ന് ആൻസർ ചെയ്യണം. ഇനി 4ാമത്തെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു SO3 ഉണ്ടല്ലോ നമ്മുടെ സൾഫർ ട്രയോക്സൈഡ്, ഇത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള H2SO4 അബ്സോർബ് ചെയ്യും. H2SO4 ഇത് സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അത് ഒല്ലീയമായിട്ട്, ഇതിൻ്റെ പേര് ഒല്ലീയം എന്നാണ് കേട്ടോ, ഒല്ലീയം. ഇത് ഒല്ലീയമായിട്ട് എന്താണ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു SO3 സൾഫർ ട്രയോക്സൈഡ് ഡയറക്റ്റ് ആയിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതാണെങ്കിൽ എന്താണ് H2SO4ൻ്റെ ഹൈലി കൊറോസീവ് ആയിട്ടുള്ള മിസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതായത് SO3 പ്ലസ് നമ്മുടെ ഈ ഒരു വാട്ടറിലായിട്ടാണ് അത് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഹൈലി കൊറോസീവ് ആയിട്ടുള്ള മിസ്റ്റ്, അത് തന്നെയാണ് നമ്മുടെ H2SO7 എന്ന് പറയുന്നത്. അത് ഫോം ചെയ്യും. എന്നിട്ട് ഇനി ഉണ്ടായ ഈ ഒരു ഒലിയം ഉണ്ടാവുമല്ലോ, ദിസ് വൺ H2SO4. അപ്പോൾ ഈ ഒരു H2O7 ഒലിയം ഈ ഒരു വാട്ടറുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത ഡിസൈഡ് സ്ട്രെങ്ത്തിൽ വേണ്ടിയിട്ടുള്ള H2SO4 കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഡിസൈഡ് സ്ട്രെങ്ത്തിലുള്ളതാണ് കിട്ടുന്നത്. നമ്മൾ എത്രയാണോ കോൺസെൻട്രേഷൻ വെക്കുന്നത്, അപ്പം ആ ഒരു കോൺസെൻട്രേഷനിൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടും. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒലിയം വാട്ടറുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഡിസൈഡ് സ്ട്രെങ്ത്തിൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടത്തുള്ളൂ. ഇതൊരു 98% പ്യുവർ സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും കേട്ടോ.
ഇനി നമ്മളിപ്പം ഇതുവരെ പറഞ്ഞത് ഗ്രൂപ്പ് 16 എലമെൻസിനെ കുറിച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമ്പൗണ്ട്സിൽ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് 17 എലമെൻസ് ആണ്. ഈ ഒരു 17 എലമെൻസിനെ ഹാലജൻ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ഒരു എലമെൻസ് എല്ലാം നോൺ മെറ്റാലിക്സ് ആണ്. ആൻഡ് ദീസ് എലമെൻറ്റ്സ് ക്യാൻ എൻ്റർ ഇൻ ടു കെമിക്കൽ കോമ്പിനേഷൻ ആൻഡ് കംപ്ലീറ്റ് ദെയർ ഒക്ടഡ് ബൈ ഗെയിനിങ് 1 ഇലക്ട്രോൺ. നേരത്തെ 16 ആണെങ്കിൽ 2 ഇലക്ട്രോൺസ് ആണ് അവർക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടത്. പക്ഷേ ഈ ഒരു ഗ്രൂപ്പ് 17 എലമെൻസിനാണെങ്കിൽ അവർക്ക് 1 ഇലക്ട്രോൺ മാത്രമേ ഗെയിൻ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ 1 വാലൻറ്റ് അയോൺ ആയിരിക്കും ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 കോവാലന്റ് ബോണ്ട് ആയിരിക്കും. 1 വാലൻറ്റ് അയോണിന് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ F- Cl- ഒക്കെ 1 വാലൻ്റ് അയോണിന് എക്സാമ്പിളാണ്. ഇനിയിപ്പോൾ 1 കോവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെടുന്നതാണെങ്കിൽ F2 Cl2 Br2 എന്നാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഹൈഡ്രേറ്റ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ HF. ഹൈഡ്രേറ്റ്സ് ഹൈഡ്രജൻ്റെ കോമ്പൗണ്ട്സ് ആയിട്ട് വരുന്നതാണ്. HF, HCl ആൻഡ് HI ഒക്കെ. ഇതിൽ ഈ എലമെൻറ്റ്സിന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു എലമെൻറ്റ്സിൽ ഫ്ലൂറിനെയും കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ നേരത്തെ ഓക്സിജൻ്റെ സൾഫറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഫ്ലൂറിനും ക്ലോറിനും ആണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. ഇത് ഫെയർലി അബൻഡൻറ്റ് ആൻഡ് ബ്രോമിനും അയോഡിനും ലെസ്സോ ആയിരിക്കും. നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ഫ്ലൂറിനും ക്ലോറിനും ആണ്, താരതമ്യേന ബ്രോമിൻ്റെ അയോഡിൻ്റെയും കേസിൽ. ഇനി ഹൈഡ്രജൻ ണ്ട് 2HX. ഇവിടെ എക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ഇതിൽ ക്ലോറിനോ ബ്രോമിനോ അയോഡിനോ ഏതെങ്കിലും ഹാലൈഡ്സ് ആവാം ഇവിടെ വരുന്ന എക്സ്. അപ്പോൾ ഹൈഡ്രജനുമായിട്ട് ആ ഒരു ഹാലൈഡ് ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ് 2HF + X2 ഏതാണോ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഹാലൈഡ് അതായിരിക്കും ഇവിടെ വരുന്നത്. ഇതൊരു ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ജനറൽ ഫോർമുലയാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ ഫ്ലൂറിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് ആണ്. can be liquefied by pressure alone at room temperature. ഇത് കുറച്ചും കൂടെ റിയാക്റ്റീവ് ആണ് ആൻഡ് ഫോംസ് ക്ലോറൈഡ്സ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് when reacted with them. ഇതുകൂടാതെ തന്നെ ക്ലോറിന് അമോണിയനെ ഓക്സിഡൈസ് ചെയ്ത് നൈട്രജൻ ആക്കാനുള്ള കഴിവുണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2NH3 പ്ലസ് അമോണിയാണ് NH3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2NH3 + 3Cl2 ക്ലോറിൻ. അപ്പോൾ അമോണിയ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ നൈട്രജൻ + HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് കിട്ടുന്നുണ്ട് പ്രൊഡക്റ്റായിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൈഡ്രജൻ ഹാലൈഡ്സിനെ കുറിച്ചിട്ടാണ്. ഹൈഡ്രജൻ ഹാലൈഡ്സ് ഇവിടെ എക്സാമ്പിൾ ഹൈഡ്രജൻ ഹാലൈഡ്സിന് എക്സാമ്പിൾ വരുന്നത് HF, HCl, HBr, HI ആണ്. ഇവിടെ ഉണ്ടാകുന്ന ബോണ്ട് ഉണ്ടാവുമല്ലോ HX ബോണ്ട്. HX എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഹാലൈഡ്സ് ആണ് കേട്ടോ. അവിടെ എക്സിന് F ആവാം അവിടെ വരുന്നത്, അല്ലെങ്കിൽ Cl ക്ലോറിൻ ആവാം, ബ്രോമിൻ ആവാം. അപ്പോൾ ഒരു ജനറൽ നൊട്ടേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ അവർ തമ്മിൽ ആ ഹൈഡ്രജനും ആ ഒരു ഹാലൈഡ്സും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഡിസ്റ്റൻസ് ഇറ്റ്സ് ഇൻക്രീസിങ് വിത്ത് ദ ഇൻക്രീസിങ് ഹാലജൻ ആറ്റം. ഹാലജൻ ആറ്റംസ് ഇൻക്രീസ് ചെയ്യുന്നതോട് കൂടെ തന്നെ അതിൻ്റെ ബോണ്ട് ഡിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ലിക്വിഡ് ആയിരിക്കും റൂം ടെമ്പറേച്ചറിൽ. ഇനി HFൻ്റെയും HClൻ്റെയും ബോയിലിംഗ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആയിരിക്കും നോർമലി. ആൻഡ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്, ആ ഒരു ബോണ്ട് ഡിസോസിയേഷൻ എനർജീനെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന HFലായിരിക്കും, അത് കഴിഞ്ഞിട്ട് HCl, പിന്നെ ഉണ്ടാകുന്ന HBrന്, പിന്നെ HI. ഈ ഒരു രീതിയിലായിരിക്കും അത് ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഉണ്ടാകുന്നത്. ഇനി നമ്മൾ പറയുന്നത് നോബൽ ഗ്യാസിനെ കുറിച്ചിട്ടാണ്. നോബൽ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ 16 പറഞ്ഞു, 17 പറഞ്ഞു, ആൻഡ് ദ ലാസ്റ്റ് എലമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രൂപ്പാണ് നമ്മുടെ പി ബ്ലോക്ക് സെക്ഷനിലുള്ളത്. ഈ ഒരു ഗ്രൂപ്പ് 18 എലമെൻറ്റ്സ് ബിക്കോസ് ഓഫ് ദെയർ ലോ അബൻഡൻസ് ഓൺ ദി എർത്ത് ദേ ഹാവ് ബീൻ കോൾഡ് റെയർ ഗ്യാസസ്. ഡ്യൂ ടു ദെയർ ഇനേർട്ട്നെസ് ദേ ഹാവ് ബീൻ കോൾഡ്
ഗ്യാസസ്. ഓക്കെ, ഇനിയിപ്പം നോബിൾ ഗ്യാസസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റുള്ള ഷെല്ലിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ അറിയാമല്ലോ. അത് വെച്ച് നിങ്ങൾ ഈ ഒരു നോബിൾ ഗ്യാസസിനെ നോക്കാം. നോബിൾ ഗ്യാസിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്: ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. അപ്പോൾ ഇതിൽ ഹീലിയം ഒഴിച്ച് ബാക്കി 5 നോബിൾ ഗ്യാസും എന്താണ് അതിൻ്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹീലിയത്തിന് 2 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. 2 ഇലക്ട്രോൺസ് ആണ് എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവുന്നത്. അത് ഒഴിച്ച് ബാക്കിയെല്ലാം ഒക്റ്ററ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരു ബോണ്ടിങ്ങിൽ അവർ ഏർപ്പെടുന്നില്ല, കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ അവർ ഏർപ്പെടുന്നില്ല, എക്സെപ്റ്റ് സെനോൺ ആണ് കേട്ടോ. And all noble gases except radon present in atmosphere, the relative percentage of noble gas in dry air in given table. അപ്പോൾ ആ ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു റിലേറ്റീവ് പെർസെൻറ്റേജ് എത്രയായിരിക്കും ഈ ഡ്രൈ എയറിൽ ഉണ്ടാവുന്നത് ഈ ഒരു നോബിൾ ഗ്യാസസിൻ്റെ. ഓർക്കുക, ഇത് ഒക്റ്ററ്റ് പൂർത്തീകരിച്ചതാണ്. ഇത് അധികം കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നില്ല, അവർ സ്റ്റേബിൾ സ്റ്റേറ്റിൽ തന്നെയാണ്. ഇതിൻ്റെ ഹീലിയം ഒഴിച്ച് ബാക്കിയെല്ലാം ആണ് ഈ ഒരു റെയർ ഗ്യാസസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അറ്റോമിക് മാസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു PDF അയച്ചു തന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൊടുത്തിട്ടുണ്ട്. അത് വെച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് സ്റ്റേബിൾ ആയിരിക്കുന്നത് ഈ ഒരു ആറ്റംസ് ഒക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് കോമ്പൗണ്ട്സ് ഓഫ് നോബിൾ ഗ്യാസ് ആണ്. They are stable because their outermost shell complete their octet except helium. ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാവരും എന്താണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹീലിയം, നിയോൺ, ആർഗൺ ഡു നോട്ട് ഫോം എനി കോമ്പൗണ്ട്. ക്രിപ്റ്റൺ ഡസ് വിത്ത് ക്രിപ്റ്റൺ F2. ഓക്കെ, ഇതിൽ ഹീലിയം, നിയോണും ആർഗണും ഒരു കോമ്പൗണ്ടും തന്നെ ആവുന്നില്ല. KrF2 അതായത് ക്രിപ്റ്റണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ റെഡോൺ ഈസ് എ റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. ആൻഡ് ഓൾ ഇറ്റ്സ് ഐസോട്ടോപ്സ് ഹാവ് വെരി ഷോർട്ട് ഹാഫ് ലൈഫ്സ് ആണ് അതിനുണ്ടാവുന്നത്. ഇനി എക്സെപ്ഷൻ കേസിൽ വരുന്നത് സെനോൺ ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. സെനോണിൻ്റെ കോമ്പൗണ്ട്സ് ഇതിൽ സെനോണ് ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സെനോണ് ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ 2:1 റേഷ്യോയിലാണ് കേട്ടോ. അതായത് 873K 1 ബാർ ഈ ഒരു പ്രഷറിലും ടെമ്പറേച്ചറിലാണ് കമ്പൈൻ ചെയ്യുമ്പോൾ HCF2 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താ പിന്നെ തന്നെ നമ്മുടെ സെനോണ് 2F2 ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ HCF4 കിട്ടുന്നുണ്ട്. ആൻഡ് HCF4 എന്ന് വെച്ചാൽ സെനോൺ ടെട്രോഫ്ലൂറൈഡ് ആണ് കേട്ടോ. HCF2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സെനോൺ ഡൈഫ്ലൂറൈഡ് ആണ്. ഇനി Hc+3F2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 3 ഫ്ലൂറൈഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അതായത് 1:20 റേഷ്യോ ആയി. അപ്പോഴത്തേക്ക് അറ്റ് 173K ആൻഡ് 60 ബാറിൽ HCF6 ആയിട്ട് മാറുന്നു. സെനോൺ ഹെക്സാഫ്ലൂറൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നോക്കും, ഈ ഒരു സെനോൺ ഡൈഫ്ലൂറൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, അത് ഡീകമ്പോസ് ചെയ്തിട്ട് വീണ്ടും സെനോണും ഹൈഡ്രജൻ ഫ്ലൂറൈഡും ഓക്സിജനുമായിട്ട് മാറുന്നുണ്ട്. ഇനിയിപ്പം ഈ ഒരു ടെട്രാഫ്ലൂറൈഡ് സെനോൺ ടെട്രാഫ്ലൂറൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വീണ്ടും സെനോണും പിന്നെ HCO3 കിട്ടുന്നുണ്ട്. സെനോൺ ട്രൈഫ്ലൂറൈഡ് പ്ലസ് 24 ഹൈഡ്രജൻ ഫ്ലൂറൈഡ് പ്ലസ് 3O2 കിട്ടുന്നുണ്ട്. ഇനിയിപ്പം HCF6 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സെനോൺ ഹെക്സാഫ്ലൂറൈഡ് അല്ലേ. സെനോൺ ഫ്ലൂറൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സെനോൺ HCOF4 ആണ്. സെനോൺ ഓക്സി ടെട്രാഫ്ലൂറൈഡ് ആണിത് പ്ലസ് 2HF ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് സെനോണിൻ്റെ കോമ്പൗണ്ട്സ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ നല്ലോണം നോക്കി പഠിക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷന് ഓർത്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ചിലപ്പം സെനോണിൻ്റെ കോമ്പൗണ്ട്സ് 1:5 റേഷ്യോയിലോ 1:2 റേഷ്യോയിലോ സെനോണ് ഫ്ലൂറൈഡുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിൽ എഴുതാൻ പറ്റുന്നതായിരിക്കും.
ഇനി സെനോണിൻ്റെ സ്ട്രക്ചറാണ് നമുക്കിപ്പോൾ നേരത്തെ കിട്ടിയിട്ടുണ്ടായല്ലോ HCF2, അതായത് സെനോൺ ഡൈഫ്ലൂറൈഡും സെനോൺ ടെട്രാഫ്ലൂറൈഡും ഒക്കെ, അതിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് പിക്ചർ വരുന്നത് സെനോണിൻ്റെ ട്രൈഫ്ലൂറൈഡാണ്, ആൻഡ് ടെട്രാഫ്ലൂറൈഡാണ് രണ്ടാമത്തെ പിക്ചർ വരുന്നത്. പിന്നെ അതിനനുസരിച്ച് 5 ബോണ്ടിങ്ങിലാണെങ്കിൽ വരുന്നുണ്ട്, 4 ബോണ്ടിലുള്ള ഓരോന്നും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ ഓഫ് സെനോൺ കോമ്പൗണ്ട്സ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ P ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് 16 to 18 വരെ. അതിൽ 16 ഗ്രൂപ്പിൽ നമ്മൾ പറയാനുള്ള മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓക്സിജനെയും സൾഫറിനെയും കുറിച്ചിട്ടാണ്. ആൻഡ് 17 ഗ്രൂപ്പിലേക്ക് പോകുമ്പോഴേക്ക് നമ്മൾ പഠിക്കാനുള്ളത് അവിടെ വരുന്ന ക്ലോറിനും ഫ്ലൂറിനെയും കുറിച്ചിട്ടാണ്. പിന്നെ നോബിൾ ഗ്യാസസ് ചെറിയൊരു പോർഷനാണ് വരുന്നത്. അതിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തവരാണ് എല്ലാവരും. കോമ്പൗണ്ടായിട്ട് പിന്നെയും വരുന്നത് സെനോൺ ആണ്. ആ ഒരു സെനോണിൻ്റെ കോമ്പൗണ്ട്സ് ലാസ്റ്റായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. എനിവേ താങ്ക് യു.